Hi students, in this video we are going to discuss about heap file organization or otherwise termed as files of unordered records. Okay, so in the case of heap file, the records are placed in the file in the order in which they are inserted. Okay, means our particular ഏതെങ്കിലും ഒരു കീ ഫീൽഡ് വാല്യൂവിൻ്റെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒന്നും ആയിരിക്കില്ല നമ്മൾ റെക്കോർഡ്സിന് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓരോ റെക്കോർഡ്സും വരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത റെക്കോർഡിന് താഴെയായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഓക്കെ, സോ ന്യൂ റെക്കോർഡ്സ് ആർ ഇൻസേർട്ടഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഫയൽ. This organization is often used with additional access path such as secondary index. Okay, so നമ്മളിപ്പോൾ ഒരു ഹീപ്പ് ഫയൽ ഓർഗനൈസേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ ഒരു സെക്കൻഡറി ഇൻഡെക്സിങ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ബിക്കോസ് എന്തിനു വേണ്ടിയിട്ടാണ്, എഫിഷ്യൻ്റായിട്ട് ഇൻഫോർമേഷൻസിന് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു സെക്കൻഡറി ഇൻഡെക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. കാരണം നമ്മളിവിടെ പ്രത്യേകിച്ച് ഒരു കീ ഫീൽഡിൻ്റെയും അസെൻഡിങ് ഓർഡറിലല്ല അല്ലെങ്കിൽ ഓർഡറിങ്ങിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ്സിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ പ്രൈമറി ഇൻഡെക്സിങ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ ഏതിലോട്ട് പോകും, സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, നൗ ഹൗ ഇൻസേർഷൻ ടേക്സ് പ്ലേസ് ഇൻ ഹീപ്പ് ഫയൽ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇൻസേർട്ടിങ് എ ന്യൂ റെക്കോർഡ് ഈസ് വെരി എഫിഷ്യൻറ്റ്. കാരണം പുതിയൊരു റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ അതിനെ ആ ഫയലിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ലാസ്റ്റ് എവിടെയാണോ ലാസ്റ്റ് റെക്കോർഡ് ആ ഫയലിനകത്ത് ഇൻസേർട്ട് ചെയ്തത് അതിന് തൊട്ട് താഴെയായിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒരു ഓർഡറിങ്ങും നോക്കുന്നില്ല. ഓക്കെ, സോ ഇൻസേർട്ടിങ് എ ന്യൂ റെക്കോർഡ് ഈസ് വെരി എഫിഷ്യൻറ്റ്. The last disk block of the file is copied into a buffer. അപ്പം ഓൾറെഡി നമ്മൾ ആ ഫയലിലെ കുറേ റെക്കോർഡ്സ് പല ബ്ലോക്സിലായിട്ട് നമ്മൾ ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് റെക്കോർഡ് ഏത് ബ്ലോക്കിലാണോ സ്റ്റോർ ചെയ്തത് ആ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ബഫറിലോട്ട് കോപ്പി ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് എനിക്ക് പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട റെക്കോർഡിനെ ഞാൻ ബ്ലോക്കിൻ്റെ താഴെയായിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഈ ബ്ലോക്കിനെ അതേ കണക്ക് ഡിസ്കിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ആയിരിക്കും ഇൻസേർഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ the last disk block of the file is copied into a buffer, then the new record is added and the block is then returned back to the disk. എനിക്കിപ്പം പുതിയൊരു റെക്കോർഡിനെ ആ ഒരു ഫയലിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതുവരെ നമ്മൾ ഇൻസേർട്ട് ചെയ്തെല്ലാം ഡിസ്കിൽ പല ബ്ലോക്സിലായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ലാസ്റ്റ് റെക്കോർഡ് ഞാൻ ഏത് ബ്ലോക്കിലാണ് ഇൻസേർട്ട് ചെയ്ത് ആ ബ്ലോക്കിനെ ഞാൻ എന്ത് ചെയ്യും, ഒരു ബഫറിലോട്ട് കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് വെക്കും. ദെൻ എനിക്ക് ന്യൂലി ഇൻസേർട്ട് ചെയ്യാനുള്ള റെക്കോർഡിനെ ഞാൻ ആ ബ്ലോക്കിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, തിരിച്ച് ഐ വിൽ റീറൈറ്റ് ദിസ് ബ്ലോക്ക് ബാക്ക് ടു ദി ഡിസ്ക്. ഇൻ ദിസ് വേ വി വിൽ പെർഫോം ഇൻസേർഷൻ ഇൻ എ ഹീപ്പ് ഫയൽ. ഓക്കെ, and also the address of the last file block is kept in the header file also. നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ബ്ലോക്കിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹെഡർ ഫയൽ കീപ്പ് ചെയ്തിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പുതിയൊരു റെക്കോർഡ് വരുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഈ ലാസ്റ്റ് ബ്ലോക്കിനെ ആക്സസ് ചെയ്ത് ബഫറിൽ കൊണ്ടുവച്ചിട്ട് വേണം പുതിയ റെക്കോർഡിനെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് തിരിച്ച് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയാണ് നമ്മളെപ്പോഴും ലാസ്റ്റ് ബ്ലോക്കിൻ്റെ അഡ്രസ്സ് കീപ്പ് ചെയ്യുന്നത്. So in the case of heap file organization, insertion is very simple. We have to just copy the last block into the buffer, then insert the new record into that particular block and rewrite this block back to the disk. Okay, now how searching is performed in a heap file. എങ്ങനെയാണ് searching perform ചെയ്യുന്നത്? Searching a record using any search condition involves a linear search through the file block by block and expensive procedure. Since സാധാരണ നമ്മൾ സെർച്ചിങ് എന്ന് പറയുന്നത് മെയിൻലി 2 types ആണ്, ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച്. ഓക്കെ, അപ്പം ബൈനറി സെർച്ച് നമുക്ക് എവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൻ്റെ അസെൻഡിങ് ഓർഡർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബൈനറി സെർച്ചിങ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഹീപ്പ് ഫയലിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദർ ഇസ് നോ പർട്ടിക്കുലർ ഓർഡർ, പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു ഓർഡറും ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് സംവാട്ട് ഡിഫിക്കൽട്ട് ടു പെർഫോം ബൈനറി സെർച്ച്. അതുകൊണ്ട് നമ്മൾ ഏത് സെർച്ചിങ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം, ലീനിയർ സെർച്ചിങ് മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ഓൺ ആൻ ആവറേജ് കേസ്
ഒരു ആവറേജ് കേസിൽ നമ്മൾ ഒരു എലമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ബ്ലോക്കിൻ്റെ ഹാഫ് വരെ നമ്മൾ സെർച്ച് ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ ഒരു എലമെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റാണ് ആ ഒരു റെക്കോർഡ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ എൻറ്റയർ ബ്ലോക്ക് നമുക്ക് സെർച്ച് ചെയ്ത് പോകണം. അതാണ് ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫീൽഡിൻ്റെയും ഓർഡറിലല്ല റെക്കോർഡ്സ് പ്ലേസ് ചെയ്തേക്കുന്നതെങ്കിൽ സെർച്ചിങ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഓൾമോസ്റ്റ് ആ ഒരു ബ്ലോക്കിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് മിഡിൽ വരെ സെർച്ച് ചെയ്താൽ മതി. കാരണം അപ്പോഴത്തേക്ക് നമുക്ക് എലമെൻറ്റ് കിട്ടും. ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആ കംപ്ലീറ്റ് ഫയൽ എന്ത് ചെയ്യേണ്ടി വരും, സെർച്ച് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ ബൈനറി സെർച്ചിങ് ആണ് പെർഫോം ചെയ്തെങ്കിലോ, ഇപ്പോൾ ഒരു ഓർഡേർഡ് ഫയലായിരുന്നു, ബൈനറി സെർച്ചിങ് നമുക്ക് ഓർഡേർഡ് ഫയലായിരുന്നെങ്കിൽ നമുക്ക് ബൈനറി സെർച്ചിങ് പെർഫോം ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ ഇതിൻ്റെ മിഡ് കണ്ടുപിടിക്കും. നമ്മുടെ ബ്ലോക്കിൻ്റെ മിഡ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ നോക്കും നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഈ മിഡിനേക്കാളും ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ. എങ്ങനെയാണെങ്കിലും നമ്മൾ ആ ബ്ലോക്കിൻ്റെ ഹാഫ് മാത്രം നമ്മൾ സെർച്ച് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, സിൻസ് ഇൻ ദ കേസ് ഓഫ് heap file, since the records are not placed in any particular order, we can't perform binary search. Here only linear search is performed, which is a time consuming procedure. Okay, if only one record satisfies the search condition, then on an average the program will read into memory and search half the block, file block, before it finds the record. Average നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പകുതിയെങ്കിലും നമ്മൾ സെർച്ച് ചെയ്തിരിക്കണം. ഇപ്പം ഇപ്പോൾ ബൈനറി സെർച്ച് ആയിരുന്നു, നമ്മുടെ റെക്കോർഡ് എന്ന് പറയുന്നത് കറക്റ്റ് മിഡിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ സെർച്ച് മതി. കാരണം മിഡ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ തന്നെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഈ കേസിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. ഈ കേസിൽ നമ്മൾ എന്തായാലും ഓൺ ആൻ ആവറേജ് നമുക്ക് എന്ത് വേണം, ഹാഫ് ദ ബ്ലോക്കെങ്കിലും നമ്മൾ സെർച്ച് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇഫ് നോ റെക്കോർഡ് ഓർ സെവറൽ റെക്കോർഡ് സാറ്റിസ്ഫൈ ദ സെർച്ച് കണ്ടീഷൻ, ദ പ്രോഗ്രാം മസ്റ്റ് റീഡ് ആൻഡ് സെർച്ച് ഓൾ ബി ബ്ലോക്സ് ഇൻ ദി ഫയൽ. ഒന്നെങ്കിൽ നമ്മുടെ എലമെൻ്റ് എന്ന് പറയുന്നത് ലാസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ആ ബ്ലോക്കിൽ ഇല്ല എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു സെർച്ച് ദി കംപ്ലീറ്റ് എലമെൻറ്റ്സ്. ആ കംപ്ലീറ്റ് റെക്കോർഡിനെ നമ്മൾ സെർച്ച് ചെയ്യണം. സോ സെർച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംവാട്ട് ഡിഫിക്കൽട്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ബൈനറി സെർച്ചിങ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ഹീപ്പ് file. Why? Because we are inserting records into the heap file in no particular order. Particular order ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബൈനറി സെർച്ചിങ് പറ്റില്ല, ലീനിയർ സെർച്ച് മാത്രമേ പറ്റുള്ളൂ. ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംവാട്ട് ടൈം കൺസ്യൂമിങ് പ്രൊസീജിയർ. നെക്സ്റ്റ് ഇസ് ഡിലീഷൻ. ഹൗ വി വിൽ ഡിലീറ്റ്. അപ്പോൾ നമ്മൾ ഹൗ വി ക്യാൻ ഇൻസേർട്ട് എ റെക്കോർഡ് ഇൻ ടു ഹീപ്പ് ഫയൽ പറഞ്ഞു, ഹൗ സെർച്ചിങ് ഇസ് പെർഫോംഡ് പറഞ്ഞു, ഇനി ഹൗ വി ക്യാൻ ഡിലീറ്റ് an element from the heap file. Okay, so a program must first find its block, copy the block into a buffer, delete the record from the buffer and finally rewrite the block back to the disk. അപ്പം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട റെക്കോർഡ് ഏത് ബ്ലോക്കിലാണെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് ആദ്യമേ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ഇപ്പം ലീനിയർ സെർച്ച് പെർഫോം ചെയ്ത് ആ ഒരു ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് വിചാരിക്കാം. നൗ വി ഹാവ് ടു കോപ്പി ദാറ്റ് ബ്ലോക്ക് ഇൻ ടു ദി ബഫർ. നമ്മൾ ആ ഒരു ബ്ലോക്കിനെ ഡിസ്കിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഡിസ്കിലിരിക്കുന്ന ആ ഒരു ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കോപ്പി ഇറ്റ് ഇൻ ടു ദി ബഫറിലോട്ട് കോപ്പി ചെയ്യുക. ദെൻ ഡിലീറ്റ് ചെയ്യേണ്ട റെക്കോർഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്ലോക്കിനെ അതേപോലെ നമ്മൾ ഡിസ്കിലോട്ട് റൈറ്റ് ബാക്ക് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ റൈറ്റ് ബാക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു റെക്കോർഡിനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിലീറ്റ് ചെയ്ത സ്പേസ് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ആ ഒരു റെക്കോർഡ് ഇരിക്കേണ്ട സ്ഥലം വെറുതെ ആ ഒരു സ്പേസ് എന്തായി പോവാണ്, വേസ്റ്റ് ആയി പോവുകയാണ്. ഓക്കെ, this leaves unused space in the disk block. Deleting a large number of records in such a way result in wasted storage space. നമ്മൾ ഇതാണെങ്കിൽ ഒത്തിരി റെക്കോർഡ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ വരുന്നത്, നമ്മൾ ഡിസ്കിൽ ഇങ്ങനെ പല പല ബ്ലോക്സിലായിട്ടാണ് ഈ ഡിസ്ക് ഇരിക്കുന്നതെങ്കിലും ആ ബ്ലോക്കിൽ കംപ്ലീറ്റ് ഇപ്പോൾ എന്തില്ല, റെക്കോർഡ്സ് ഇല്ല. നമ്മൾ പല റെക്കോർഡ്സിനും ഡിലീറ്റ് ചെയ്തു, പക്ഷേ അതെല്ലാം എന്താണ്, അൺയൂസ്ഡ് സ്പേസ്ഡ് ആയിട്ട് ബ്ലോക്കിൽ തന്നെ ഇരിക്കുകയാണ്. മീൻസ് ഇറ്റ് ഈസ് വേസ്റ്റഡ്. ഓക്കെ, അത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടെക്നിക് ഫോർ പെർഫോം ഡിലീഷൻ പെർഫോം ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണത്. എന്നുവെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യമേ വി ഹാവ് ടു പെർഫോം സെർച്ചിങ് പെർഫോം ചെയ്ത് ആ റെക്കോർഡ് ഏത് ബ്ലോക്കിലിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ വി ഹാവ് ടു കോപ്പി ദാറ്റ് ബ്ലോക്ക് ഇൻ ടു ദി ബഫർ, ദെൻ പെർഫോം ഡിലീഷൻ, ദെൻ വി ഹാവ് ടു റീറൈറ്റ് ദ ബ്ലോക്ക് ബാക്ക് ഇൻ ടു ദി ഡിസ്ക്. ഓക്കെ, ദിസ് ഇസ് വൺ ഓഫ് ദ മെത്തേഡ് ഫോർ ഡിലീഷൻ. നൗ there exists another method, we must go through that. Okay,
Another technique used for record deletion is to have an extra bit or byte called a deletion marker stored with each record. മറ്റൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. മീൻസ് ഡിലീഷൻ മാർക്കർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബിറ്റ് അല്ലെങ്കിൽ ഒരു ബൈറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി എ റെക്കോർഡ് ഈസ് ഡിലീറ്റഡ് ബൈ സെറ്റിംഗ് ദ ഡിലീഷൻ മാർക്കർ ടു എ സർട്ടൺ വാല്യൂ. അപ്പം ഒരു റെക്കോർഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിലീഷൻ മാർക്കറിന് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ സെറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ പറയുകയാണ്, ഡിലീറ്റ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡിനും എന്ത് ചെയ്യുമ്പോൾ ഒരു ഡിലീഷൻ മാർക്കർ എന്ന് പറഞ്ഞൊരു ബിറ്റ് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും. ഏതൊക്കെ റെക്കോർഡ്സ് ആണോ ഡിലീറ്റ് ചെയ്യുന്നത് ആ റെക്കോർഡ്സിനെല്ലാം ഡിലീഷൻ മാർക്കർ ഞാൻ എന്താക്കി കൊടുക്കുന്നു, 1 ആക്കി കൊടുക്കുന്നു. ബാക്കി എല്ലാവർക്കും എന്താക്കി കൊടുക്കുന്നു, 0 ആക്കി കൊടുക്കുന്നു. അപ്പം ഒരു റെക്കോർഡിലോട്ട് വന്ന് ആദ്യമേ നമ്മൾ അതിൻ്റെ ഡിലീഷൻ മാർക്കർ നോക്കുക. ഡിലീഷൻ മാർക്കർ 0 ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇറ്റ് മീൻസ് എന്താണ്, ആ റെക്കോർഡ് അവിടെ ഉണ്ട്. ഡിലീഷൻ മാർക്കർ എന്ന് പറയുന്ന ബിറ്റ് അല്ലെങ്കിൽ ബൈറ്റിൻ്റെ വാല്യൂ 1 ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് അവിടെ എന്തില്ല, അവിടെ റെക്കോർഡില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ആ ഒരു റെക്കോർഡ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ബ്ലോക്കിലുള്ള എല്ലാ റെക്കോർഡ്സും നമ്മൾ ഡിലീഷൻ മാർക്കർ എന്ന് പറയുന്ന ഒരു ബിറ്റ് ഓർ ബൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്യും. ഇനിഷ്യലി ഇപ്പോൾ ഒരു ബ്ലോക്കിൽ എല്ലാ റെക്കോർഡും ഉണ്ട് എങ്കിൽ നമ്മൾ അവർക്കെല്ലാവർക്കും അവരുടെ എല്ലാം ഡിലീഷൻ മാർക്ക് നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ തേർഡ് റെക്കോർഡ് ഞാൻ ഡിലീറ്റ് ചെയ്തു. തേർഡ് റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റെക്കോർഡിൻ്റെ ഡിലീഷൻ മാർക്കർ ഞാൻ 1 ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് മീൻ ചെയ്യുന്നത്. അപ്പം 1 ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് 3യുടെ അവിടെ 1 കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ റെക്കോർഡ്, അവിടെ പ്രത്യേകിച്ച് റെക്കോർഡൊന്നുമില്ല. അപ്പോൾ പിന്നെ ആ ഒരു ഫുൾ ടപ്പിൽ നമ്മൾ ട്രാക്ക് ചെയ്ത് പോകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, so a record is deleted by setting the deletion marker for a certain value. A different value for the marker indicate a valid, means record ഉണ്ട്. 1 ആണെങ്കിൽ റെക്കോർഡ് ഇല്ല, 0 ആണെങ്കിൽ റെക്കോർഡ് ഉണ്ട്, ആ ഒരു മീനിങ്. Search programs consider only valid records in a block when കണ്ടക്റ്റിംഗ് ഡേ സെർച്ചിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ഡിലീഷൻസ് ഒക്കെ പെർഫോം ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു എലമെൻറ്റിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡിലീഷൻ മാർക്കർ 1 ആയി കിടക്കുന്ന ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അവിടെ ഒന്നും നമ്മൾ സെർച്ചിങ് പെർഫോം ചെയ്യത്തില്ല. കാരണം അവിടെ ഡിലീഷൻ മാർക്കർ 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ പർട്ടിക്കുലർ റെക്കോർഡ്, അവിടെ റെക്കോർഡ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നോക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, both of this deletion technique requires periodic reorganization of the file to reclaim the unused space of deleted records. Whether we are performing the first method or second technique, ഏത് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫയലിൻ്റെ ബ്ലോക്സിനെ റീഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ് റീഓർഗനൈസ് ചെയ്യുന്നത്? കാരണം നമ്മൾ ഡിലീഷൻസ് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്താവുന്ന, അവിടെ അൺയൂസ്ഡ് സ്പേസുകൾ വരുന്നുണ്ട്. അപ്പം അവരെ നമ്മൾ എന്ത് ചെയ്യണം, അൺയൂസ്ഡ് സ്പേസുകളെല്ലാം കൂടെ ഒരുമിച്ചാക്കി പിന്നീട് മറ്റൊരു ബ്ലോക്കായിട്ട് മാറ്റുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീഓർഗനൈസേഷൻ പെർഫോം ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതാണ് ഹീപ്പ് ഫയലിൻ്റെ ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് സെർച്ചിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഹാഷ്ഡ് ഫയൽ ടെക്നിക്ക്. ഓക്കെ, ഹാഷിങ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഡാറ്റ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഹാഷിങ് ടെക്നിക്ക് എന്താണേ ഉള്ളൂ, അതിൻ്റെ പ്രോബ്ലംസും ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് ഇല്ല. ഓക്കെ, ഹാഷിംഗ് ഫോർ ഡിസ്ക് ഫയൽ ഇസ് കോൾഡ് എക്സ്റ്റേണൽ ഹാഷിംഗ്. നമ്മൾ ഡിസ്കിലിരിക്കുന്ന ഫയലിന് പെർഫോം ചെയ്യുന്ന ഹാഷിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഹാഷിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ദ ഫയൽ ബ്ലോക്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു m ഈക്വൽ സൈസ്ഡ് ബക്കറ്റ് നമ്പേർഡ്, ബക്കറ്റ് 0, ബക്കറ്റ് 1, ബക്കറ്റ് 2 അപ് ടു ബക്കറ്റ് m-1. അപ്പം നമ്മൾ ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്ന, നോക്കിക്കേ കണ്ടോ, നമ്മൾ ആ ഡിസ്കിൽ നമ്മൾ പല പല ബക്കറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബ്ലോക്സിനെ പല പല ബക്കറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ബക്കറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ റെക്കോർഡ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ടിപ്പിക്കലി എ ബക്കറ്റ് കറസ്പോണ്ട് ടു 1 ഓർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഡിസ്ക് ബ്ലോക്ക്. ഒരു ബക്കറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മോർ ദാൻ 1 ബ്ലോക്ക് ആയിരിക്കും. വൺ ഓഫ് ദി ഫയൽ ഫീൽഡ് ഈസ് designated to a hash key of the field. The record with hash key value k is stored. അപ്പോൾ അതാണ് ഈ ഒരു ഇക്വേഷൻ നോക്കി, i is equal to h of k. h of k എന്ന് പറയുന്നത്, h എന്ന് പറയുന്നത് നമ്മുടെ ഹാഷ് ഫങ്ഷൻ, k എന്ന് പറയുന്നത് എന്തായിരുന്നു, k
കെ എന്ന് പറയുന്നത് നമ്മുടെ ഫയലിലെ ഏതെങ്കിലും ഒരു കീ ഫീൽഡ്, ചിലപ്പോൾ റോൾ നമ്പർ ആകാം, ചിലപ്പോൾ നെയിം ആകാം. അപ്പം ആ ഹാഷ് ഫംഗ്ഷനിലോട്ട് നമ്മളൊരു കീ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐ എന്ന് പറയുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഐ വാല്യൂവിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഏത് ബക്കറ്റിലോട്ട് വേണം ഈ ഒരു റെക്കോർഡിനെ പ്ലേസ് ചെയ്യാൻ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ഐ ഈസ് ഈക്വൽ ടു ഹെച്ച് ഓഫ് കെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഹെച്ച് എന്ന് പറയുന്നത് ഹാഷ് ഫംഗ്ഷൻ, കെ എന്ന് പറയുന്നത് നമ്മൾ ദ കീ ഫീൽഡ് വിച്ച് വി ആർ യൂസ്ഡ് ഫോർ പെർഫോമിങ് ഹാഷിങ്. ഓക്കെ, ആ കിട്ടുന്ന റിസൾട്ടൻറ്റ് ഐ ആണ് എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ദ ബക്കറ്റ് ടു വിച്ച് വി വിൽ പ്ലേസ് ദാറ്റ് പെർട്ടിക്കുലർ കീ വാല്യൂ കെ. ആ കെ എന്ന് പറയുന്ന കീ വാല്യൂ ഹോൾഡ് ചെയ്യുന്ന റെക്കോർഡിനെ ഏത് ബക്കറ്റിലോട്ട് പ്ലേസ് ചെയ്യണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഹാഷ് ഫംഗ്ഷനാണ് ഹെച്ച് എന്ന് പറയുന്നത്. ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ ബക്കറ്റ് നമ്പർ. ഓക്കെ, സോ വൺ ഓഫ് ദി ഫയൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫയലിനകത്ത് റോൾ നമ്പർ, നെയിം, അഡ്രസ്, CGP ആണ് നമ്മുടെ ഫയലിനകത്തുള്ള കംപ്ലീറ്റ് ഫീൽഡ് എന്നെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ഫീൽഡ് നമ്മൾ ഹാഷിംഗ് പെർഫോം ചെയ്യാൻ എടുക്കുക. റോൾ നമ്പർ ആയിരിക്കും നമ്മൾ ഹാഷിംഗ് പെർഫോം ചെയ്യാൻ എടുക്കുന്ന കീ ഫീൽഡ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ഫയൽ ഫീൽഡ് ഈസ് ഡെസിഗ്നേറ്റഡ് ടു ബി ദ ഹാഷ് കീ ഓഫ് ദി ഫയൽ. അപ്പോൾ റോൾ നമ്പർ ആയിരിക്കും നമ്മുടെ ഫയലിൻ്റെ ഹാഷ് കീ. ദ റെക്കോർഡ് വിത്ത് ഹാഷ് കീ വാല്യൂ കെ is stored in the bucket I where I is equal to h of k. ഈ കീ ഫീൽഡിനെ നമ്മൾ ഹാഷ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐ വാല്യൂ എന്ന് പറയുന്നത് ആ ഐ വാല്യൂ ആയിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ ഏത് ബക്കറ്റിലായിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്, ആ ഐൻ്റെ വാല്യൂ. സെർച്ചിങ് ഈസ് വെരി എഫിഷ്യൻറ്റ് ഓൺ ദ ഹാഷ് കീ. സെർച്ചിങ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ചിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. Collision occurs when a new record hashed to a bucket that is already full. അപ്പം ബക്കറ്റിനകത്ത് കുറേ റെക്കോർഡ്സൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ വീണ്ടും ആ ബക്കറ്റിലോട്ട് നമ്മൾ റെക്കോർഡ് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ എന്ത് വരും, അവിടെ എന്നുവെച്ചാൽ ഓൾറെഡി നമ്മുടെ ബക്കറ്റ് എന്ന് പറയുന്നത് ഫുള്ളായി. വീണ്ടും നമ്മൾ ആ ബക്കറ്റിനകത്തോട്ട് എലമെൻറ്റ്സ് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവിടെ കൊളിഷൻ ഒക്കർ ചെയ്യും. ഓക്കെ, ആൻഡ് ഓവർഫ്ലോ ഫയൽ ഈസ് കെപ്റ്റ് ഫോർ സ്റ്റോറിങ് സച്ച് റെക്കോർഡ്സ്. അങ്ങനെ ഈ നമ്മുടെ ഓൾറെഡി ഫുൾ ആയിട്ടുള്ള ഒരു ബക്കറ്റിൽ വീണ്ടും നമുക്ക് എലമെൻറ്റ്സ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ എലമെൻറ്റ്സിനെ വെച്ചാൽ ഓവർഫ്ലോ ബക്കറ്റിൽ വരുന്ന എലമെൻറ്റ്സിനെ വീണ്ടും പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഓവർഫ്ലോ ഫയൽ നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ഓവർഫ്ലോ ഫയൽ ഈസ് കെപ്റ്റ് ഫോർ സ്റ്റോറിങ് സച്ച് റെക്കോർഡ്സ്. ഓവർഫ്ലോ റെക്കോർഡ്സ് ദാറ്റ് ഹാഷസ് ടു സച്ച് ബക്കറ്റ് ക്യാൻ ബി ലിങ്ക്ഡ് ടുഗെദർ. ഓക്കെ, അത് നമുക്ക് വഴിയെ നോക്കാം. ഇനി ഈ ഒരു കൊളിഷൻ ഒക്കർ ചെയ്യുന്ന എപ്പോഴാണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ബക്കറ്റിനകത്ത് നമ്മൾ പല റെക്കോർഡ്സ് വെച്ച് ബക്കറ്റ് ഫുള്ളായി കഴിഞ്ഞു. വീണ്ടും ആ ബക്കറ്റിൽ എന്താണ് നമുക്ക് റെക്കോർഡ് പ്ലേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ വി വിൽ സേ ദാറ്റ് കൊളിഷൻ ഒക്കർ ചെയ്തു എന്ന് പറയും. അപ്പോൾ കൊളിഷൻ റിസോൾവ് ചെയ്യാനായിട്ട് മെയിൻലി നമ്മൾ 3 ടെക്നിക്കാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓപ്പൺ അഡ്രസ്സിങ്, ചെയിനിങ് ആൻഡ് മൾട്ടിപ്പിൾ ഹാഷിങ്. ഓപ്പൺ അഡ്രസ്സിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ proceeding from the occupied position specified by the hash address, the program check the subsequent position in order until an unused position is found. ഇപ്പം എൻ്റെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് 0 തൊട്ട് 10 വരെയായിരുന്നു എൻ്റെ ബക്കറ്റ് നമ്പർ എന്ന് വിചാരിക്കുക, 0 തൊട്ട് 10. ഇപ്പം ഞാനൊരു പർട്ടിക്കുലർ റെക്കോർഡിൻ്റെ ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചപ്പോഴേ എനിക്ക് ബക്കറ്റ് നമ്പർ 3 എന്ന് വന്നു. പക്ഷേ ഞാൻ 3 നോക്കുമ്പോൾ 3ൽ ഓൾറെഡി മറ്റൊരു എലമെൻറ്റ് ഇരിപ്പുണ്ട്. എനിക്ക് ഒരു എലമെൻറ്റ് മാത്രമേ അറ്റ് എ ടൈം പ്ലേസ് ചെയ്യാൻ പറ്റൂ എന്നൊരു കൺസിഡറേഷനോട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം സിൻസ് ദ ബക്കറ്റ് നമ്പർ 3 ഹോൾഡ് എ പർട്ടിക്കുലർ എലമെൻറ്റ്, വി കാൺട്ട് ഇൻസേർട്ട് ദ ന്യൂലി കംഡ് എലമെൻറ്റ് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ ലൊക്കേഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്യും, തൊട്ടടുത്ത് വേക്കൻ്റ് ആയിട്ടുള്ള ഫ്രീ സ്പേസ് ഏതാണെന്ന് ഞാൻ സെർച്ച് ചെയ്യും. അപ്പോൾ തൊട്ടടുത്ത് നോക്കുമ്പോൾ അടുത്ത 4 ഉണ്ട്, 5 ഉണ്ട്. അപ്പം 4 എന്ന് പറയുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ ബക്കറ്റ് ഫ്രീ ആയി കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ 4ലോട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ 3ൽ പ്ലേസ് ചെയ്യേണ്ട ആളെ 4ലോട്ട് പ്ലേസ് ചെയ്യാം. ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഓപ്പൺ അഡ്രസ്സിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡാറ്റാ സ്ട്രക്ചറിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഓപ്പൺ അഡ്രസ്സിങ് മീൻസ് പ്രൊസീഡിങ് ഫ്രം ദ ഒക്കുപ്പൈഡ് പൊസിഷൻ സ്പെസിഫൈഡ് ബൈ ദ ഹാഷ് അഡ്രസ്. ഹാഷ് അഡ്രസ്സ് പറഞ്ഞത് 3rd ബക്കറ്റിലാണ് ഈ എലമെൻറ്റ് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ചെക്ക് ചെയ്തപ്പോൾ അതെന്താണ്, ഇറ്റ് ഈസ് ഒക്കുപ്പൈഡ്. ആ ഒരു 3rd ബക്കറ്റ് എന്ന് പറയുന്ന ലൊക്കേഷൻ ഇറ്റ് ഈസ് ഒക്കുപ്പൈഡ് ബൈ സം അതർ എലമെൻറ്റ്. മറ്റേതോ ഒരു റെക്കോർഡ് അത് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ചെക്ക് സബ്സിക്വൻറ്റ് ലൊക്കേഷൻസ്. തൊട്ട് താഴെ വരുന്ന ലൊക്കേഷൻസ്
ചെക്ക് ചെയ്തിട്ട് വിച്ച് വൺ ഈസ് ഫ്രീ അല്ലെങ്കിൽ വിച്ച് വൺ ഈസ് കെപ്റ്റ് അൺയൂസ്ഡ് വി ഹാവ് ടു യൂസ് ദാറ്റ് പെർട്ടിക്കുലർ വൺ. അൺയൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ലൊക്കേഷൻ ഏതാണോ നമ്മൾ അത് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ചെയിനിങ് എന്ന് പറയുന്നത് ഫോർ ദിസ് മെത്തേഡ് വേരിയസ് ഓവർഫ്ലോ locations are kept usually by extending the array with a number of overflow positions. In addition, a pointer field എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് മെത്തേഡാണ്. ഇപ്പം ഈ പറഞ്ഞ കേസ് തന്നെ ഇപ്പം ലൊക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ബക്കറ്റ് നമ്പർ 3 നമുക്ക് പ്ലേസ് ചെയ്യേണ്ടിയിരുന്നത്. ബട്ട് ബക്കറ്റ് നമ്പർ 3 ഹോൾഡ് എന്താണ് ഓൾറെഡി ഹോൾഡ് സം അതർ ഡേറ്റാസ്, മറ്റേതോ റെക്കോർഡ് ബക്കറ്റ് നമ്പർ 3 ഹോൾഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ബക്കറ്റ് നമ്പർ 3 അവിടെ നിന്ന് തന്നെ നമ്മൾ പുതിയൊരു ഓവർഫ്ലോ റെക്കോർഡ് നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ബക്കറ്റ് നമ്പർ 3 ഒറിജിനൽ ബക്കറ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു പോയിൻ്റ് നമ്മൾ ഈ ഓവർഫ്ലോ ലിങ്ക് പോലെ സെറ്റ് ചെയ്ത് പോവുക. ലിങ്ക്ഡ് ലിസ്റ്റ് സെറ്റ് ചെയ്യില്ല അതേപോലെ പോവുക. ഓക്കെ, സോ ഇൻ അഡീഷൻ നമ്മൾ എന്ത് ചെയ്യുക, a pointer field is added to each record location. A collision is resolved by placing the new record in an unused overflow location and setting the pointer of the occupied hash address location to the address of that overflow location. അപ്പോൾ ഓൾറെഡി ഓവർഫ്ലോ ആയി കിടക്കുന്ന ലൊക്കേഷൻ്റെ അവിടുന്ന് ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പുതിയ ഓവർഫ്ലോ ഫയൽ എന്ന് പറഞ്ഞ് പുതിയൊരു അറേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മൾ ഈ കൊളിഷൻ വരുന്നവരെ പ്ലേസ് ചെയ്യാനായിട്ട് അവിടോട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൾട്ടിപ്പിൾ ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആദ്യമേ ഒരു ഹാഷിംഗ് പെർഫോം ചെയ്യുക. അപ്പോൾ ഹാഷിംഗ് പെർഫോം ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കിട്ടിയത്, നമുക്ക് ഒരു ബക്കറ്റ് നമ്പർ കിട്ടി. ബട്ട് ആ ബക്കറ്റ് നമ്പർ ഓൾറെഡി യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ആ ഹാഷ് വാല്യൂവിൽ വീണ്ടും നമ്മളൊന്നുകൂടെ ഹാഷിംഗ് പെർഫോം ചെയ്യുക. അതാണ് മൾട്ടിപ്പിൾ ഹാഷിംഗ്. The program applies a second hash function if the first result in a collision. ഓക്കെ, എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഹാഷിംഗ് പെർഫോം ചെയ്തപ്പോഴത്തേക്ക് ആ കിട്ടിയ സ്പേസ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ സം അതർ റെക്കോർഡ്സ് മീൻസ് ദെയർ ഓക്കേസ് എ കൊളിഷൻ ആണ് അവിടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വാല്യൂവിൽ വീണ്ടും നമ്മൾ ഹാഷിംഗ് പെർഫോം ചെയ്യാം. If another collision result, the program use open addressing or applies a third function and then use open addressing if necessary. വീണ്ടും കൊളിഷൻ വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ വീണ്ടും മൾട്ടിപ്പിൾ ഹാഷിംഗ് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ അഡ്രസ്സിംഗ് ടെക്നിക്ക് നമുക്ക് പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പം അത്രയുമാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിക് എക്സ്റ്റേണൽ ഹാഷിംഗ് ഫോർ ഡിസ്ക് ഫയലിൻ്റെ ഹാഷിങ്ങിനെ തന്നെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഹാഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. എക്സ്റ്റേണൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്, സ്റ്റാറ്റിക് എക്സ്റ്റേണൽ ഹാഷിംഗ് ഉണ്ട്, ഡൈനാമിക് എക്സ്റ്റേണൽ ഹാഷിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പം നോക്കുന്നത് സ്റ്റാറ്റിക് എക്സ്റ്റേണൽ ഹാഷിംഗ് ആണ്. So hashing for disk file is called external hashing. Then അത് എങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. To suit the characteristics of disk storage, the target address space is made of buckets, each of which hold multiple records. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ പല ബക്കറ്റ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ബക്കറ്റും മൾട്ടിപ്പിൾ റെക്കോർഡ്സിനെ ആയിരിക്കും ചിലപ്പം ഹോൾഡ് ചെയ്യുന്നത്. A bucket is either one disk block or a cluster of continuous disk block. ബക്കറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഒരു ഡിസ്ക് ബ്ലോക്ക് ആണെന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് പല ബ്ലോക്ക്സ് ചേർന്നിട്ടാണ് ഒരു ബക്കറ്റ് ഫോം ചെയ്യുന്നത് നമുക്ക് പറയാം. ഇനി the hash function map a key into a relative bucket number rather than assigning the absolute block address to the bucket. അപ്പം ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാഷ് ഫംഗ്ഷൻ ഇവിടുത്തെ ഒരു ബക്കറ്റ് നമ്പർ ഈ ബ്ലോക്ക് അഡ്രസ്സിനെ ആയിരിക്കത്തില്ല ഇങ്ങോട്ട് കൊടുക്കുന്നത്, ബക്കറ്റ് നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ 0 എന്ന് പറയുന്ന ബക്കറ്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഫോം ചെയ്യും, 1 എന്ന് പറയുന്ന ബക്കറ്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. ബക്കറ്റ് നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, the hashing function map a key into a relative bucket number rather than assigning an absolute block address. ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്ന ബക്കറ്റ് നമ്പർ ആയിരിക്കും, അല്ലാതെ ബ്ലോക്കിൻ്റെ അഡ്രസ്സ് ആയിരിക്കില്ല. A table maintained in the file header convert the bucket number into corresponding block address. അപ്പോൾ
ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത് 0 1 2 3. ദെൻ ഈ ഒരു ടേബിൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബക്കറ്റ് നമ്പറിനെ കറസ്പോണ്ടിങ് ബ്ലോക്ക് അഡ്രസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ടേബിൾ നമ്മൾ എടുക്കുന്നത്. കാരണം ഡിസ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കിൽ പല ബ്ലോക്സിലായിട്ടാണ് നമ്മൾ ഡേറ്റാസിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ അഡ്രസ്സ് ആണല്ലോ ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഒരിക്കലും ഹാഷ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ബ്ലോക്കിൻ്റെ അഡ്രസ്സ് അല്ല നമ്മൾ കണ്ടുപിടിക്കും, നമ്മൾ എപ്പോഴും ബക്കറ്റിൻ്റെ നമ്പറേ കണ്ടുപിടിക്കുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ വീണ്ടും അവിടെ ഒരു നമ്മുടെ ഡിസ്കും പിന്നെ എന്താണ് ബക്കറ്റും നമ്മുടെ ഒരു ഗ്യാപ്പ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ടേബിൾ കൊടുക്കുന്നത്. വെച്ചാൽ ഓരോ ബക്കറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് അല്ലെങ്കിൽ പോയിൻ്റർ എന്ന് വെച്ചാൽ 1 എന്ന് പറയുന്ന ബക്കറ്റ് ഏത് ഡിസ്കിലോട്ടാണ് പോയിന്റ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സാണ് ആക്ച്വലി ഇവിടെ ഹോൾഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, then here we have fixed number of bucket allocated, so it is called a static. ഇവിടെ നമ്പർ ഓഫ് ബക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്താണ് സ്റ്റാറ്റിക് എക്സ്റ്റേണൽ ഹാഷിംഗ് എന്ന് പറയാൻ കാര്യം. ഓക്കെ, ഇനി to reduce overflow record, the hash file is typically kept 70 to 80% full. Then the hash function h should distribute the record uniformly among the bucket, otherwise search time will be considered increased because many overflow records will exist. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഹാഷ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ റെക്കോർഡ്സിനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്കിൽ സ്പേസ് ഉണ്ടെങ്കിലും ഓവർഫ്ലോ വരാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എമ്മിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് ആക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ റെക്കോർഡിൻ്റെ ലെങ്ത് വലുതാവുകയോ അല്ലെങ്കിൽ റെക്കോർഡ് ഷ്രിങ്ക് ചെയ്താലോ നമ്മുടെ ബക്കറ്റിൻ്റെ നമ്പറിന് വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ റെക്കോർഡിൻ്റെ ലെങ്ത് കുറയുകയാണെങ്കിൽ ബക്കറ്റ് അത്രയും വലിയ ബക്കറ്റ് ആവശ്യമില്ല, ബക്കറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ റെക്കോർഡ് വല്ലാണ്ട് അങ്ങ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഉള്ള ബക്കറ്റ് സൈസും കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ കംപ്ലീറ്റ് ഫയലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബക്കറ്റ് വലുതാകണം. പക്ഷേ സിൻസ് ഇറ്റ് ഈസ് സ്റ്റാറ്റിക് എക്സ്റ്റേണൽ ഹാഷിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബക്കറ്റിൻ്റെ സൈസിനെ നമുക്ക് ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. ഓർഡർഡ് ആക്സസ് ഓൺ ദ ഹാഷ് കീ ഈസ് ക്വൈറ്റ് ഇൻഎഫിഷ്യൻറ്റ്. ഓക്കെ, then searching for a record give a value of some field rather than hash file is an expense in the case of searching എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ എളുപ്പമാണ്. ഏതിനെ അപേക്ഷിച്ച്, അൺഓർഡർഡ് ഫയലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷേ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംവാട്ട് വെരി എക്സ്പെൻസീവ്. ഇത് കണ്ടോ, ഇവിടെ ബക്കറ്റ് നമ്പർ 0, ബക്കറ്റ് 1, ബക്കറ്റ് 2, ബക്കറ്റ് 3 അപ് ടു ബക്കറ്റ് 9. ഓക്കെ, ബക്കറ്റ് 0യിൽ എന്താണ് എല്ലാ റെക്കോർഡ്സും പ്ലേസ് ആയെന്ന് വിചാരിക്കാം. ഇനി വീണ്ടും എനിക്ക് ബക്കറ്റ് 0യിൽ എനിക്ക് എലമെൻറ്റ്സിനെ പ്ലേസ് ചെയ്യണം, പക്ഷേ അവിടെ സ്ഥലമില്ല. അപ്പം ഞാനൊരു ഓവർഫ്ലോ ബക്കറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ പോയിൻ്റർ ഞാൻ താണ്ടെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഇവിടെ താണ്ടെ ഇനി സ്പേസിലുണ്ട്, ഇവിടെ പ്രശ്നമില്ല. അതിൻ്റെ പോയിൻ്റർ നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തു. ഇവിടെ ഒരു രണ്ട് റെക്കോർഡേ പ്ലേസ് ചെയ്തുള്ളൂ, ഒരു റെക്കോർഡിൽ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അത് കളയാം. ബക്കറ്റ് നമ്പർ 1 നോക്കിയേ, ഫസ്റ്റ് പ്ലേസ് ചെയ്തു, സെക്കൻഡ് പ്ലേസ് ചെയ്തു, തേർഡ് പ്ലേസ് ചെയ്തു. ഇനി സ്പേസ് ഇല്ല, 3 എണ്ണം വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇനിയും വെക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ഓവർഫ്ലോ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനലി ഒക്കുപ്പൈ ചെയ്യേണ്ടിയിരുന്ന ബക്കറ്റിൻ്റെ ഒരു പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഓവർഫ്ലോ ബക്കറ്റിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവർഫ്ലോ ഫയൽസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, so that's all about hashed files.